ഹലോ, അസ്സലാമലൈക്കും. ആങ്ങളൻ്റെ വീടാണ്. പിന്നെ ഉമ്മ നല്ല പണിയിലാണ്. നമ്മൾ ആങ്ങളൻ്റെ മോള് പ്രസവിച്ചെടുക്കുകയാണ്. അപ്പോൾ മഞ്ചിഷ്ടല്ലേ മഞ്ചിഷ്ട എന്ന് പറഞ്ഞ സാധനമാണ് അത്രേ. അത് മരുന്നാണല്ലോ. അത് എണ്ണ കാച്ചാനല്ലേ ഇത്? 40 മരം ഒക്കെ കൂട്ടി ഉമ്മ മരുന്നുണ്ടാക്കുന്ന തിരക്കിലാണ്. പച്ചമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, പിന്നെ കയ്പിണ വേപ്പിൻ്റെ ഇല, അത് ശരീരത്തിലെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരീരത്തിലോ മുഖത്തൊക്കെ ഉള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോവും. നല്ല മരുന്നുകളാണ്. അപ്പോൾ പ്രസവിച്ചാലുള്ള രക്ഷകളാണ് ഇതൊക്കെ ചെയ്യുന്നത് ശരീരത്തിന്. ഇത് 10 ദിവസത്തിനുള്ളതാണ്. നല്ല പ്രസരിപ്പും 10 ദിവസം കഴിഞ്ഞാൽ നല്ല ഇത് 10 ദിവസത്തിനുള്ളതാണ്. 10 ദിവസം തൈലത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ വേറെ മരുന്ന് ചെയ്യും. അപ്പോൾ അത് പിന്നെ എന്തൊക്കെ തൈല തേക്കുക? അല്ല, തൈലങ്ങൾ വാങ്ങിയിട്ടില്ലല്ലോ. മഞ്ചിഷ്ടത് അരക്കണമെങ്കിൽ നല്ല പണിയുണ്ടല്ലേ? അല്ലമ്മ ശരിക്കും ഞാൻ അവരോട് ആദ്യം വാങ്ങി പൊടിക്കണം. അതല്ലമ്മ അത് അമ്മിമല്ലിനെ അരച്ചെടുക്കണം അല്ലേ? അതിനത് അരച്ചെടുക്കാൻ ചതഞ്ഞ് പോണുണ്ട്. അരിഞ്ഞ് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മളെ ഉമ്മ ഉണ്ടാക്കണ അടുപ്പാണ് കേട്ടോ. നമ്മൾ കണ്ടോ, ഇപ്പോൾ കുളിക്കാനുള്ള വെള്ളമാണ് ഈ ചെമ്പിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, 2 അടുപ്പാണ്. 2 അടുപ്പും ഒരേ മോഡലാണ് കേട്ടോ. നമുക്ക് ഉമ്മ ഉണ്ടാക്കുന്ന അടുപ്പാണ്. ഇതൊന്നിൽ ചോറാണ് കേട്ടോ. 10 മണി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറാവണം. പിന്നെ 40 മണിയാക്കിയിട്ട് വെള്ളം കാച്ചിക്കണ്. കണ്ടോ, ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മളെ ഉമ്മയ്ക്കുള്ളതുകൊണ്ട് ആ പഴയ ആ രീതികൾ തന്നെ ചെയ്യാണ്. കണ്ടില്ലേ? അപ്പോൾ ആങ്ങളുടെ മോള് ചെറിയ കുട്ടിയാണ്. അവൾ ആദ്യത്തെ പ്രസവമാണ്. അതൊക്കെ കഴിഞ്ഞ് 19 വയസ്സായി അവൾക്ക്. അവളെ ഹസ്ബൻഡ് ഇവിടെ അല്ല, അബുദാബിയിലാണ്. അപ്പോൾ നമ്മളെ തറവാടും പിന്നെ ഇത് ചെറിയ ഇവിടുന്ന് ഇങ്ങനെയാണ് കയറിയത്. ചെറിയ ആങ്ങളൻ്റെ വീടാണ്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. 2 വീട് ഒരു മുറ്റത്താണ്. ഇപ്പം ഞാൻ ഇവിടെ ഉള്ളത്. കുറച്ച് ദിവസമായി. തിങ്കളാഴ്ച രാവിലെ പോയി ആസ്പത്രിയിൽ പോയി പെട്ടാൽ പിന്നെ അങ്ങനെ ഡിസ്ചാർജായി ഇങ്ങോട്ട് വന്നു. ഉമ്മ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ, കുമ്പളങ്ങ, അമരക്ക, ചേമ്പ് ഒക്കെ ഉണ്ടാവും. കുറച്ച് സ്ഥലമുള്ളൂ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും ഉമ്മ. ഓമക്കായ നിങ്ങളൊക്കെ എങ്ങനെ പറയാമെന്ന് അറിയില്ല. പിന്നെ അവിടെ മഴ ഉണ്ടോ? നല്ല മഴ ഉണ്ട് ഇവിടെ ഇന്ന്. മഴ ഇങ്ങനെ ശരി. വീഡിയോ എടുക്കുക എങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ഇത് ഇടുന്നത് എല്ലാവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും നമ്മളോടൊന്ന് സഹകരിക്കുക.